ഞായറാഴ്ച സ്പെയിനിലെ കാനറി ദ്വീപിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി സൈനിക സർക്കാർ വിമാനങ്ങളിൽ ജന്മനാടുകളിലേക്ക് മടങ്ങിയവർക്കാണ് രോഗം. നെതർലൻഡ്സ് ആസ്ഥാനമായ ഹോണ്ടിയസ് കപ്പലിൽ നിന്ന് പുറത്തെത്തിച്ച 17 അമേരിക്കൻ യാത്രക്കാരിൽ ഒരാൾക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്നും എന്നാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ലെന്നും US ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. അമേരിക്കൻ യാത്രക്കാരെയും വഹിച്ച് US-ലേക്ക് പറന്ന വിമാനം തിങ്കളാഴ്ച പുലർച്ചെ അമേരിക്കയിലെ നെബ്രാസ്കയിലുള്ള ഒമാഹയിൽ എത്തിച്ചേരും. യാത്രക്കാരെ ആദ്യം യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്കയിലേക്ക് എത്തിച്ച് പരിശോധനകൾക്ക് വിധേയമാക്കും. കാനറി ദ്വീപിലെ ടെനറിഫയിൽ ക്രൂയിസ് കപ്പൽ എത്തിച്ചേർന്ന ശേഷമാണ് യാത്രക്കാരെ ഒഴിപ്പിച്ചത്. മാസ്ക് അടക്കം സുരക്ഷാ സാമഗ്രികൾ ധരിച്ചാണ് ഉദ്യോഗസ്ഥർ കപ്പലിൽ നിന്ന് യാത്രക്കാരെ തീരത്തേക്ക് എത്തിച്ചത്. കപ്പലിൽ നിന്ന് ആദ്യം പുറത്തിറക്കിയ സ്പെയിനിൽ നിന്നുള്ള യാത്രക്കാരെ മാഡ്രിഡിലെത്തിച്ച് സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനുശേഷം ഫ്രഞ്ച് യാത്രക്കാരെ പാരീസിലെത്തിച്ചു. 5 ഫ്രഞ്ച് യാത്രക്കാരിൽ ഒരാൾക്കാണ് രോഗലക്ഷണമുള്ളതെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. എല്ലാവരെയും കർശന നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. നേരത്തെ കപ്പലിലുണ്ടായിരുന്ന ആർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് സ്പാനിഷ് ആരോഗ്യ മന്ത്രാലയം ലോകാരോഗ്യ സംഘടന കപ്പൽ കമ്പനിയായ ഓഷ്യൻ വൈഡ് എക്സ്പെഡിഷൻസ് അറിയിച്ചിരുന്നു. കപ്പലിലുണ്ടായിരുന്ന ജാപ്പനീസ് പൗരന്മാരെ ചാർട്ടേഡ് വിമാനത്തിൽ ബ്രിട്ടനിലെത്തിച്ചതായും 45 ദിവസത്തോളം ബ്രിട്ടീഷ് സർക്കാരിന്റെ നിരീക്ഷണത്തിൽ തുടരുമെന്നും ജാപ്പനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഹാൻഡ വൈറസ് രോഗബാധയെ തുടർന്ന് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയോസും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.